പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി. പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനാൻ. ഉത്തമ ഗംഗാ നദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീ ദേവിയോടും. കദളീപന സാമ്രാദഖില ഫലവൃക്ഷാവൃത കാനനേ ജനസമ്പാധ വിവർജിതേ. ആര്യപുത്ര, എന്താണൊരാലോചന? ദേവി, ഞാൻ പിതാവിനെക്കുറിച്ചും കൈകേയി മാതാവിനെക്കുറിച്ചും ചിന്തിച്ചുപോയി. പിതാവും കൈകേയി മാതാവും തമ്മിലുണ്ടായിരുന്ന മട്ടിലൊരു ദൃഢാനുരാഗം നമുക്കിടയിൽ പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ അന്ത്യത്തിൽ പിതാവിന് കൈകേയി മാതാവിനെ കാണുന്നത് തന്നെ ചതുർത്ഥിയായി തീർന്നില്ലേ? പക്ഷേ കൈകേയി മാതാവ് അന്ന് ചെയ്തതും വലിയ തെറ്റായിരുന്നില്ലേ പ്രഭു? അതിന് കൈകേയി മാതാവിനെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല ദേവി. പിന്നെ തെറ്റ് കൈകേയി മാതാവിന്റെ പക്ഷത്ത് തന്നെയല്ലേ? ഇല്ല ദേവി, ആരുടെ പക്ഷത്തും തെറ്റില്ല. എല്ലാ പേരുടെ പക്ഷത്തും ശരികളാണുള്ളത്. ഭൂഷണ, പറയൂ ജ്യേഷ്ഠ. കഴിഞ്ഞൊരു ദിവസം മുനിമാരുടെ ഇറച്ചി തിന്നാൻ വേണ്ടി ആശ്രമവാടത്തിലേക്ക് പോയ നമ്മുടെ ആൾക്കാർ മടങ്ങി വന്നില്ല എന്ന് കേട്ടു. നീ അതറിഞ്ഞില്ലേ? അറിഞ്ഞു. എന്നിട്ട് നീ അന്വേഷിച്ചില്ലേ? ജ്യേഷ്ഠ, ആ കൂട്ടർ ചിലപ്പോൾ തമ്മിൽ തല്ലി ചാവും. അങ്ങനെ വല്ലതും പറ്റിക്കാണുമെന്ന് ഞാൻ വിചാരിച്ചു. തമ്മിൽ തല്ലിയാലും ചത്താലും ഒരുത്തനെങ്കിലും മടങ്ങി വരും. ഇതൊരുത്തൻ പോലും മടങ്ങി വന്നിട്ടില്ല. അത് നീ നോക്കിയോ? ഇല്ല ജ്യേഷ്ഠ, അത് നോക്കാൻ പറ്റിയില്ല. നോക്കണം, അറിയണം. ആ പുല്ലുതീനികൾ മുനിമാർ മാംസഭോജികളായ രാക്ഷസ യോദ്ധാക്കളെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവറ്റകളെ വെച്ചേക്കരുത്. അത് ജ്യേഷ്ഠ, മാനിറച്ചിയും പോത്തിറച്ചിയും ആനിറച്ചിയും പന്നിയിറച്ചിയൊക്കെ തിന്ന് ദഹനക്കേട് വരുമ്പോൾ അത് തീർക്കാൻ വേണ്ടി എല്ലാവരും കണ്ടുപിടിച്ച ഒരു ഉപാധിയാണ് മുനിമാരുടെ ഇറച്ചി. അവരെ ആട്ടിപ്പായിച്ചാൽ അത് കിട്ടാതെയാവും. ഓടിക്കുന്നില്ല. പക്ഷേ ആ പുല്ലുതീനികളെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ഈ ദണ്ഡകവനം അടക്കി വാഴുന്നത് വിശ്രവസിന്റെ പുത്രനായ ഈ ഖരനാണെന്ന്. മനസ്സിലായോ? മനസ്സിലായി. ഇന്ന് രാത്രി തന്നെ ആ പുല്ലുതീനികളെ ഒരു പാഠം പഠിപ്പിക്കാം. വേണം. അവറ്റകൾ ഭയന്നും ദുഃഖിച്ചും തന്നെ ഇവിടെ കഴിയണം. ഒരു കാലത്തും സ്വസ്ഥതയോടെ ആ പുല്ലുതീനികൾ ഈ ദണ്ഡകാരണ്യത്തിൽ ജീവിക്കരുത്. ഇല്ല ജ്യേഷ്ഠ, അതിന് വേണ്ടത് ഞങ്ങൾ ചെയ്തുകൊള്ളാം.
വനത്തിലൊക്കെ ചുറ്റി രസിച്ചു കുമാര. അതെ, ഞാൻ ഈ മനോഹരമായ ആശ്രമപ്രാന്തത്തിൽ ചുറ്റി നടക്കുകയായിരുന്നു. ജ്യേഷ്ഠ, വളരെ നാളായി അങ്ങയോട് ചിലത് ചോദിച്ചറിയണമെന്ന് ഞാൻ കരുതുന്നു. ചോദിക്കൂ കുമാര. ഞാൻ നിന്റെ സഹോദരനും ജ്യേഷ്ഠനും ഗുരുവും എല്ലാമാണല്ലോ. ചോദിച്ചുകൊള്ളൂ. ജ്യേഷ്ഠ, എനിക്കറിയേണ്ടത് മോക്ഷമാർഗത്തെക്കുറിച്ചാണ്. മോക്ഷത്തിനുള്ള ശരിയായ മാർഗമേതാണെന്ന് അങ്ങ് അരുളി ചെയ്താലും. കുമാര, മോക്ഷമാർഗത്തെക്കുറിച്ചുള്ള അറിവിന് അനേകം മണ്ഡലങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് മായ. മായ മായ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വിശദീകരിച്ചാലും ഭഗവാൻ. പറയാം. ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്ന നശ്വര വസ്തുക്കളെ അനശ്വരമെന്ന് കൽപ്പിക്കുന്നത് മായയാണ്. പാശത്തെ സർപ്പമായി ദർശിക്കുന്നത് പോലെ പരമാത്മാവിനും അപ്പുറത്തുള്ള മറ്റെന്തിനേയും പരമാത്മാവായി ദർശിക്കുന്നതും മായയാണ്. പ്രഭു, ജീവനെന്നും പരമാത്മാവെന്നും പറയുന്നത് എന്താണ്? ജീവനും പരമാത്മാവും ഒരേ ചൈതന്യത്തിന്റെ പര്യായ പദങ്ങളാണ്. എങ്കിൽ ആ പരമാത്മ ചൈതന്യത്തെ സ്വാംശീകരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഒരുപാട് കർമ്മങ്ങളുണ്ടതിന്. ഹിംസ വെടിയുക, നേരോട് പെരുമാറുക, ബാഹ്യമായും ആന്തരികമായും ശുദ്ധി പാലിക്കുക, അഹങ്കാരം വെടിയുക. ഇങ്ങനെ ഒട്ടനേകം കർമ്മങ്ങളുണ്ട് പരമാത്മ ചൈതന്യത്തെ സ്വാംശീകരിക്കാൻ. ജ്യേഷ്ഠ, ഇനി അങ്ങ് ഭക്തിമാർഗത്തെക്കുറിച്ച് പറഞ്ഞാലും. പറയാം. എന്റെ ഭക്തരുമായി നിരന്തര സമ്പർക്കം പുലർത്തുക, ഏകാദശി വ്രതം അനുഷ്ഠിക്കുക, എന്റെ കഥകൾ കേൾക്കാനും പഠിക്കാനും അവയെ വ്യാഖ്യാനിക്കാനും മനസ്സു വയ്ക്കുക, എന്നെ പൂജിക്കുക, എന്റെ നാമങ്ങൾ കീർത്തിക്കുക. ഇപ്രകാരം നിരന്തരം എന്നിൽ മുഴുകി ജീവിക്കുന്ന ഒരുവനിൽ എന്റെ ഭക്തി നിശ്ചയമായും ഉണ്ടായിരിക്കും. അത് അവന് മോക്ഷം നൽകുന്നതുമായിരിക്കും. ജ്യേഷ്ഠ, അങ്ങയുടെ ഈ വാക്കുകൾ എനിക്ക് പരബ്രഹ്മ സാക്ഷാത്കാരം തന്നെയാണ്. ഭക്തിയുക്തനു വിജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാൽ ഉക്തമായതു നിനക്കെന്നാലെ ധരിക്ക നീ. വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ദേവി, ദാസിമാരാൽ അനുഗതയായി സഖിമാരാൽ പരിസേവിതയായി പര്യങ്കത്തിൽ ശയിച്ചിരുന്ന ഭവതിക്ക് ഈ വനപർണശാലയിലെ ജീവിതം വിരസമാവുന്നുണ്ടോ? ഭഗവാൻ, അങ്ങ് ക്രൂരമായ വാക്കുകൾ പറയാതിരിക്കൂ. എത്ര ദാസിമാർ സേവിച്ചാലും എത്രയേറെ സഖിമാർ ഒപ്പം നിന്നാലും അവിടുത്തോടൊപ്പമുള്ള ആനന്ദത്തിന് തുല്യമാകുമോ? അത് അരണ്യത്തിലായാലും അന്തഃപുരത്തിലായാലും ഈയുള്ളവൾക്ക് ഹൃദ്യം തന്നെ. ജഡാവൽക്കലങ്ങൾ ധരിച്ചിരിക്കുന്നെങ്കിലും മുനികുമാരനല്ല, ഉറപ്പ്. ദേവനാണോ ഗന്ധർവനാണോ?
എന്തായാലും തേജസ്സുള്ള മുഖം. രാക്ഷസന്മാരുടെ ആവാസഭൂമിയായ ഈ വനത്തിൽ വരുവാൻ എന്താണ് കാരണം? അടുത്തു ചെല്ലാം, ചോദിക്കാം. ഈ രൂപത്തിൽ ചെന്നാൽ ആ യുവകോമളന് എന്നിൽ കാമമുണരില്ല. സുന്ദരിയാകാം. അതാണ് ദേവി ഞാൻ പറഞ്ഞു വന്നത്. പ്രണാമം സുന്ദരപുരുഷ. പ്രണാമം. പ്രഭു, അത്ഭുത തേജസ്സാർന്ന അങ്ങ് ആരാണ്? മുനിയല്ല. മുനിമാർക്ക് ഇത്ര രൂപഗുണമുണ്ടാവില്ല. ആരാണങ്ങ്? സുന്ദരിയായ പത്നിയുമൊത്ത് ഈ വനത്തിലെത്താൻ എന്താണ് കാരണം? സത്യം പറഞ്ഞാലും. ആരണ്യവാസിയല്ലെങ്കിൽ ഭവതി കേട്ടു കാണും. അയോധ്യയെക്കുറിച്ച്, ദശരഥൻ എന്നൊരു മഹാരാജാവിനെക്കുറിച്ച്. ഇന്ദ്രസദൃശനായ ദശരഥന്റെ സീമന്തപുത്രനാണ് ഞാൻ, രാമൻ. ഇത് സീത, എന്റെ ധർമ്മപത്നി, വിദേഹ രാജാവായ രാജശ്രീ ജനക മഹാരാജാവിന്റെ പുത്രി. പിന്നെ ഞങ്ങൾക്കൊപ്പം അനുജൻ ലക്ഷ്മണനുമുണ്ട്. പിതൃനിർദ്ദേശപ്രകാരം വനവാസത്തിന് വന്നു. സുന്ദരിയായ നീ രാക്ഷസന്മാർ നിറഞ്ഞ ഈ കൊടുംവനത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നത്? നിനക്കാണെങ്കിൽ രാക്ഷസ ലക്ഷണങ്ങൾ കാണുന്നുമില്ല. എന്ത് കാരണത്താലാണ് ഈ വനസഞ്ചാരം? എല്ലാം ഞാൻ പറയാം. ഞാനൊരു രാക്ഷസി തന്നെയാണ്. ശൂർപ്പണഖ എന്നാണ് പേര്. വീര്യബല പരാക്രമങ്ങളിൽ അത്യുതീയനായ രാക്ഷസ ചക്രവർത്തി ലങ്കാധിപനുമായ രാവണന്റെ സഹോദരിയാണ്. ബലശാലിയായ കുംഭകർണൻ, ധർമ്മഭീരുവായ വിഭീഷണൻ, പരാക്രമികളായ ഖരദൂഷണന്മാർ, ഇവരൊക്കെയും എന്റെ സഹോദരന്മാരാണ്. നന്ന്. ഇത്രയും സഹോദരന്മാരുടെ സഹോദരി എന്ന നിലയ്ക്ക് ഭവതി ഭാഗ്യവതിയാണ്. രാമ, താങ്കളും ഭാഗ്യവാനാണ്. കാരണം എന്റെ ഉള്ളിൽ അങ്ങയോടുള്ള പ്രണയം കത്തിച്ചൊലിക്കുകയാണ്. അങ്ങയെ ഭർത്താവായി വരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, ഈ സീത, വികൃത സ്വഭാവയായ ഇവൾ അങ്ങേക്ക് തീരെ യോജിക്കുന്നില്ല. ഇവളെയും നിന്റെ അനുജനെയും ഞാൻ ഇപ്പോൾ തന്നെ ഭക്ഷിക്കാം. എന്നിട്ട് ഈ വനസീമകളിൽ നമുക്ക് രമിച്ചു വാഴാം. സുന്ദരി, ഭവതി ഭക്ഷിക്കാൻ ഇച്ഛിക്കുന്ന ഈ സീത എനിക്ക് പ്രിയപ്പെട്ടവളാണ്, എൻ്റെ ധർമ്മപത്നിയാണ്. അവളെ ഉപേക്ഷിക്കാൻ
എനിക്കാവില്ല. നിന്നെപ്പോലെ സുന്ദരിയായ ഒരുവൾക്ക് ഒരു സപത്നിയായിരിക്കാൻ കഴിയുകയുമില്ല. പക്ഷേ രാമ, ഞാൻ നിന്നെ വല്ലാതെ മോഹിച്ചു പോകുന്നു. നിന്റെ സൗന്ദര്യം എന്നെ തരളിതയാക്കുന്നു. ക്ഷമിക്കൂ സുന്ദരി, നിനക്ക് ചേരുന്നത് ഞാനല്ല, എൻ്റെ സഹോദരനാണ്. അവനൊരു വീരനാണ്, സുന്ദരനുമാണ്, പക്ഷേ ഭാര്യാസമേതനല്ല. നിന്റെ ഈ തീക്ഷ്ണ സൗന്ദര്യത്തിന് ചേരുന്നത് അവനാണ്. മഹാമേരുവിൽ പതിക്കുന്ന സൂര്യകാന്തി പോലെ നീ ലക്ഷ്മണനോട് ചേർന്ന് ആനന്ദിച്ചുകൊള്ളൂ. അങ്ങനെയാകാം രാമ. കാമം പ്രകൃതിയുടെ ഒരു നിയോഗമാണ്. അതിന് സ്ഥാനവും കാലവും പൊരുത്തവുമുണ്ട്. അസ്ഥാനത്തും അകാലത്തിലും ചേർച്ചയില്ലാത്ത അവസ്ഥയിലും അത് നാശം വിതയ്ക്കും, മനക്ലേശം സൃഷ്ടിക്കും.